ഹായ് ഫ്രണ്ട്സ്, PSC വിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. വിദ്യാർത്ഥികളുടെ മാനസിക സുസ്ഥിരതയും പഠന പുരോഗതിയും ലക്ഷ്യമാക്കി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്നേഹം പദ്ധതിയാണ്. വിദ്യാർത്ഥികളുടെ മാനസിക സുസ്ഥിരതയും പഠന പുരോഗതിയും ലക്ഷ്യമാക്കി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഇന്ദിരാഗാന്ധി സ്മാരക ട്രസ്റ്റിൻ്റെ 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ വ്യക്തി ഗ്രാക്ക മാഷേലാണ്. ഇന്ദിരാഗാന്ധി സ്മാരക ട്രസ്റ്റിൻ്റെ 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ വ്യക്തി. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന സംസ്ഥാനം. ഓസ്കാറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ നേടുന്ന ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ചിത്രം ഏതാണ്? സിന്നേഴ്സ് ആണ് ഓസ്കാറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ നേടുന്ന ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ചിത്രം. ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗ് 2026 വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ് ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗ് 2026 വേദി. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയത് മഹാരാഷ്ട്രയാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയത്. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ 2025 പുരസ്കാരത്തിന് അർഹയായത് അരുന്ധതി റോയ് ആണ്. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ 2025 പുരസ്കാരത്തിന് അർഹയായത് കൃതി മദർ മേരി കംസ് ടു മീ. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഏറ്റവും അധികം മത്സരങ്ങൾ വിജയിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഏറ്റവും അധികം മത്സരങ്ങൾ വിജയിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ ഏത് തീയതിയിലാണ് ദേശീയ പത്രദിനം ആചരിക്കുന്നത്? ജനുവരി 29 ഇന്ത്യയിൽ ദേശീയ പത്രദിനം ആചരിക്കുന്നത്. 2025 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ചേമ്പ്. ജാമുനിയാണ് ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ചേമ്പ്. ഇന്ത്യയിലെ 2ാം ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെൻ്റായ ഐ ലീഗിൻ്റെ പുതിയ പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണ്. ഇന്ത്യയിലെ 2ാം ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെൻ്റായ ഐ ലീഗിൻ്റെ പുതിയ പേര്. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രാന്തര യാത്രയായ ലോകായൻ 26 ഭാഗമാകുന്ന കപ്പൽ ഏതാണ്? INS സുദർശിനിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രാന്തര യാത്രയായ ലോകായൻ 26 ഭാഗമാകുന്ന കപ്പൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾസ് വിജയിയായത് എലേന റെയ്ബാക്കിനെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾസ് വിജയിയായത്. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചിയാണ്. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി. നിലവിൽ റംസാർ സൈറ്റുകളുടെ എണ്ണം 98 നിലവിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം.
അടുത്തിടെ കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത്? കടലാക്രമണമാണ് അടുത്തിടെ കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അക്ഷരം ആരോഗ്യം പദ്ധതിയാണ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി. 2026 ജനുവരിയിൽ 2026-27 വർഷത്തെ കേരള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചതാരാണ്? KN ഗോപാലനാണ് 2026 ജനുവരിയിൽ 2026-27 വർഷത്തെ കേരള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്